നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ 3 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. ഇതിനൊക്കെ പ്രധാനമായി സഹായമായത് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും യുഎസും ചൈനയും തമ്മിലുള്ള ട്രേഡ് താരിഫിന്റെ ഡി എസ്കലേഷനും നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്യൂസ് അതിൽ പ്രധാനപ്പെട്ടത് RBIയുടെ വരാനിരിക്കുന്ന മോണിറ്ററി പോളിസിയുമാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ചൈനയും യുഎസും തമ്മിലുള്ള ട്രേഡ് താരിഫിന്റെ ഡി എസ്കലേഷൻ ആണെങ്കിൽ പുതിയ ഒരു വാർത്ത വരുന്നുണ്ട്. യുഎസിലുള്ള 2 ചൈനീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈനയിൽ നിന്നും ജൈവ ആയുധങ്ങൾ, അതായത് യുഎസിലുള്ള കൃഷിയെ നശിപ്പിക്കുവാൻ ഉതകുന്ന ജൈവ ആയുധങ്ങൾ, അതായത് ഇവർ ഗവേഷണ വിദ്യാർത്ഥികളാണ്, ചൈനയിൽ നിന്ന് കൊണ്ടുപോയി യുഎസിൽ കൊണ്ടുചെന്നു എന്ന കാരണം വെച്ച് എയർപോർട്ടിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ ഡെവലപ്മെന്റ്സുകൾ നമ്മൾ കണ്ടറിയേണ്ടതായിട്ട് തന്നെ ഉണ്ട്. ആദ്യമായി തന്നെ ഇന്നലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന അപകടത്തിൽ മരിച്ച ഏവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. അതുപോലെ തന്നെ അപകടം പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഏവരും എത്രയും പെട്ടെന്ന് റിക്കവർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ ഇന്ത്യ വിക്സ് ഏകദേശം 5% ഇടിവ് രേഖപ്പെടുത്തി 15.74 എന്ന ലെവലിലേക്ക് വന്നു. കുറെ നാളിന് ശേഷമാണ് ഇന്ത്യ വിക്സ് 16 എന്ന ലെവലിന് താഴേക്ക് വരുന്നത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുവാൻ സഹായിച്ചത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബൈയിങ് ആണ്. ഏകദേശം 1076.18 കോടി രൂപയുടെ ബൈ ഇന്നലെ നടത്തി. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും 2566.82 കോടി രൂപയുടെ ബൈ നമ്മുടെ മാർക്കറ്റിൽ നടത്തുക ഉണ്ടായി. നിഫ്റ്റിയുടെ ഈ മാസത്തെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആണ് ഇന്ന്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റിയിൽ ഇടിവ് ഉണ്ടായെങ്കിൽ പോലും 24,502 എന്ന ലെവലിൽ മിനിഞ്ഞാന്ന് നിഫ്റ്റി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സഡൻ സെൽ ഓഫ് ഉണ്ടായെങ്കിൽ പോലും സപ്പോർട്ട് എടുക്കുന്നതായി കണ്ടു. ഇന്നലെ 24,530 എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ 24,500 എന്ന ലെവല് ഈ എക്സ്പയർലി ട്രേഡിംഗ് സെക്ഷനിൽ നല്ലൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ട് തന്നെ അറിയണം ഈ ലെവൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത്. നിഫ്റ്റി 24,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,380 എന്ന ലെവലായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് 24,000 എന്ന റേഞ്ച് ആയിരിക്കാം. ഇനി ഒരു റീബൗണ്ട് സംഭവിക്കുകയാണെങ്കിൽ 24,700, 24,850 എന്ന ലെവലുകളിൽ നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചേക്കാം. നിഫ്റ്റി നിലവിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് 10 ഡേ 20 ഡേ തുടങ്ങി ഷോർട്ട് ടേം മൂവിംഗ് ആവറേജസിന്റെ താഴെയായിട്ടാണ്. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ PCR 0.6 ആയിട്ട് നിലനിൽക്കുന്നു. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത് കോൾ സൈഡിലേക്ക് 25,500 എന്ന ലെവലിലും പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഡോജി ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായി സാധിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇൻഡിസിഷനെയാണ്, അതായത് ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെ ഇടയ്ക്ക് ബൈ ചെയ്യണമോ അല്ലെങ്കിൽ സെൽ ചെയ്യണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് നിലനിൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ദിനങ്ങളിൽ പോലെ തന്നെ 56,000 എന്ന സ്ട്രൈക്കിലാണ് മന്ത്ലി ഓപ്ഷൻസ് ഡേറ്റ പ്രകാരം പുട്ട് സൈഡിലേക്കും കോൾ സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റിനെ മറികടന്നുകൊണ്ട് വാല്യുവേഷന്റെ കാര്യത്തിൽ എൻവിഡിയ മറികടക്കുകയുണ്ടായി. ഇന്നലെ US മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സും ഇന്നലെ പോസിറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കണം നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവിൽ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്.
കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രൻ ക്രൂഡ് ഓയിലും സ്ലൈറ്റ്ലി ഇടിവിലാണ് നിലവിൽ വ്യാപാരം നടത്തുന്നത്. ഗോൾഡ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫ്യൂച്ചർ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ചൊവ്വാഴ്ചയിൽ നിന്നും ബുധനാഴ്ച വരുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഷോർട്ട് പൊസിഷൻ സ്ലൈറ്റ്ലി ഫ്യൂച്ചറിൽ കുറഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ചോയ്സ് ഇന്റർനാഷണൽ 78 കോടി രൂപ വില വരുന്ന ഷെയറുകൾ BNB പരിബാസ് കമ്പനിയിൽ നിന്നും വിറ്റൊഴിഞ്ഞതായിട്ടുള്ള ഒരു വാർത്ത. ഇൻഡിജൻ കാർലി ഗ്രൂപ്പ് 10.2% സ്റ്റേക്ക്, അതായത് 1447 കോടി രൂപ വില വരുന്ന സ്റ്റേക്ക് സെല്ല് ചെയ്ത് എക്സിറ്റ് ആയി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. വേദാന്ത കമ്പനി 5000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വഴി. റിലയൻസ് ഇൻഫ്ര ഇന്നലെ 11% റാലി സ്റ്റോക്കിൽ കാണുവാൻ കാരണം നാഷണൽ കമ്പനി ലോ അതോറിറ്റി കമ്പനിക്കെതിരെയുള്ള IBC പ്രൊസീഡിംഗ് തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇനി ജൂലൈ 18-നാണ് പരിഗണിക്കാനിരിക്കുന്നത്. ഇന്ത്യസ് EV സെക്ടറിലേക്ക് വരുമ്പോൾ ഇന്ത്യ EV പ്രൊഡക്ഷനെ മാസീവായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്ന് റയർ എർത്ത് മാഗ്നറ്റിന്റെ സപ്ലൈ കുറച്ചതിനെ തുടർന്ന് നമ്മുടെ EV പ്രൊഡക്ഷനെ ഇത് ഞെരുക്കുമെന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. REC കമ്പനിയുടെ ബോർഡ് 1.55 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് റൈസിംഗിന് അപ്രൂവൽ കൊടുത്തു ത്രൂ ബോൺസ് വഴി. സോളാർ ഇൻഡസ്ട്രീസ് SBI മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലുള്ള സ്റ്റേക്ക് 2% കുറച്ചു. ടാറ്റ ടെക്നോളജീസ് ഗ്ലോബൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പായ TPG കമ്പനിയിലുള്ള 4% സ്റ്റേക്ക് വിറ്റ് ഒഴിയുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്.